അതുകൊണ്ട് പുള്ളി അതിർത്തി വന്നു നിന്ന് നെഞ്ചത്തിടിച്ച് കരയും, എനിക്കാരുമില്ലേ എന്നും പറഞ്ഞു. അപ്പം നിഷാദ് റാവുത്തറും മീഡിയ വണ്ണി എന്നുള്ള സ്റ്റാഫും എല്ലാം കൂടെ അതിർത്തിയിൽ ചെല്ലും പുള്ളിയെ സ്വീകരിക്കാൻ. എന്നിട്ട് ഞങ്ങളുണ്ടേ എന്ന് പറയും. എന്തായി പറയുന്നത്? ആമുഖമായൊരു കാര്യം ഞാൻ പറയട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത ഒരു അധാർമികതയോടും യാതൊരു യോജിപ്പുമില്ല എനിക്ക്. അത് ചെയ്തു എന്ന് പറയുന്നതും യോജിപ്പില്ലെന്ന് പറയുന്നതും ഇതുവരെയുള്ള കേസിൻ്റെ നിലവച്ചാണ്. ബാക്കിയുള്ള രേഖകളും ബാക്കിയുള്ള സംഗതികളൊന്നും ഞാൻ പരിശോധിച്ചിട്ടില്ല. അത് കോടതി പരിശോധിക്കുകയാണ്, അത് വരട്ടെ. ഞാൻ അയാൾക്ക് കൊടുക്കുന്ന ആകെ പരിഗണനയെന്ന് പറയുന്നത് ഈ മപ്രകൾ എന്ന് പറയുന്ന മലയാളത്തിലെ മാധ്യമപ്രവർത്തകരായ കുറേ പേർ കുറേ ദിവസങ്ങൾ കൊണ്ട് കാണിക്കുന്ന അഭ്യാസങ്ങൾ കൊണ്ട് മാത്രമാണ്. ഇനിയിപ്പോൾ എല്ലാവരും ഏതെങ്കിലും കൈതക്കാടുകളിൽ ക്യാമറയുമായി പോയി ഒളിച്ചിരിക്കേണ്ടതാണ്. കാരണം ഏത് മാളത്തിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പൊങ്ങുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ പുതിയ കേസിലും സ്വാഭാവികമായി മുൻകൂർ ജാമ്യം കിട്ടി. അപ്പോൾ ഇപ്പോൾ ഒരു മപ്ര, ആ മപ്ര എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, മീഡിയ വണ്ണിനെ പോലെയുള്ള ചാനലാണ് ഇപ്പോൾ പറയുന്നത് ഈ ബാക്കി ഇപ്പോൾ പുതിയത് കിട്ടിക്കഴിയുമ്പോൾ പണ്ട് കിട്ടിയതിനെ, അതായത് 15-ാം തീയതി വരെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്ന കേസിനെ അത് അറസ്റ്റ് തടയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, എന്നാൽ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് 15-ാം തീയതി ചിലപ്പോൾ വിചാരണ തുടങ്ങുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഈ ആളുകളെ എന്തെങ്കിലും ഒരു സംഗതി കിട്ടുന്നതിന് മുമ്പ് ഇവർ ജഡ്ജിമാരെ പോലെ വിചാരണ ചെയ്ത് എറിഞ്ഞിട്ട് ഇവരെ ആസ്വദിച്ച് കൊണ്ടു നടക്കുന്ന ഇത്തരം അപ്രത്തരങ്ങളാണ് ഇതിലെ ഏറ്റവും രസകരവും കൗതുകരവുമായ കാര്യം. എന്തൊക്കെ അഭ്യാസങ്ങളാണ് ഇവർ നടത്തിയത്? യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ പോലെയുള്ള ഒരു പാർട്ടിക്ക് പ്രതിരോധിക്കാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ടുകൂടിയാണ് അവർ ഈ അഭ്യാസങ്ങളിൽ പലതും വേഗത്തിൽ പല കാര്യങ്ങളും ചെയ്ത് പോയത് എന്ന് മാത്രമല്ല, പല സ്ഥലങ്ങളിൽ നിൽക്കുന്ന ഒരുപാട് ആളുകൾ, ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പിന്തുണ കൊടുക്കുന്ന ഒരുപാട് ആളുകളും ആകെ പിന്തുണ കൊടുക്കുന്നത് ഒന്ന് കോൺഗ്രസ്സിലെ വെറും അധികാരക്കുതിയന്മാരായ കിളവന്മാരോടുള്ള വൈരാഗ്യം കൊണ്ട്, രണ്ട് ഈ മാധ്യമപ്രവർത്തകരാകുന്ന എന്ത് പേരുകൊണ്ട് അവരെ വിശേഷിപ്പിക്കണമെന്നറിയത്തില്ല. നിങ്ങളൊരു വാർത്ത പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ നിങ്ങളൊരു സംഭവം ജനങ്ങളെ അറിയിച്ചാൽ പോരെ. നിങ്ങളെന്താണ് കുറേ നാളുകളായി സൃഷ്ടിച്ച അഭ്യാസങ്ങൾ? എന്തൊക്കെയാണ്? നമ്മൾ സാറിന് പറയാറുള്ളത് നട്ടലുള്ളവൻ നാറിയാൽ പരമനാറിയാവുമെന്ന്. അക്കണക്കിന് പരമനാറിത്തരമാണ് ഈ മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചാനൽ നടത്തിയത്. ഈ സംഭവത്തിൽ എന്തൊക്കെയാണ് നടത്തിയത്? ഒരു റിപ്പോർട്ടർ പറയുകയാണ്, കൊടുങ്കാടുകളിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അയാൾ എവിടെയെങ്കിലും ഉണ്ടാവും, അയാൾ എവിടെയെങ്കിലും മാറി നിൽക്കും. അയാൾ മാറി നിൽക്കേണ്ടത് അയാളുടെ ആവശ്യമല്ലേ? കേരളത്തിൽ ആരെങ്കിലും ഒരാൾ ഈ പറയുന്നത് പോലെ ജാമ്യമില്ലാത്ത കേസിന് ഒരു കേസിൽ പ്രതിയായി ചേർത്താൽ അയാൾ അറസ്റ്റിന് വിധേയമായിട്ടുണ്ടോ? അങ്ങനെ എവിടെല്ലാം എന്തിനെല്ലാം ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ട്? എവിടെല്ലാം ആരെല്ലാം മാറി നിന്നിട്ടുണ്ട്? ആദ്യത്തെ സംഭവമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കുന്നത്. അത് മാറി നിൽക്കുന്നത് അത് എല്ലാവരോടും ചോദിക്കുക, അതൊരു വലിയൊരു അധാർമികതയല്ലേ? ഒരു MLA അങ്ങനെ മാറി നിൽക്കാൻ പാടുണ്ടോ? അതിന് പകരം അയാൾ വന്ന് അറസ്റ്റ് ചെയ്ത് അയാളെ പോലീസ് കൊണ്ടുപോവുകയാണെങ്കിൽ അത് കാണിച്ച് ജീവിക്കാൻ വേണ്ടി നടക്കുന്ന എന്തൊരു തരത്തിലുള്ള മാധ്യമപ്രവർത്തനമാണെന്ന് എനിക്കറിയില്ല. അന്നേരം കണ്ടില്ലേ കുറച്ച് പേർ കഴിഞ്ഞ ദിവസം ദിലീപിനെ ശിക്ഷിച്ച് അല്ലെങ്കിൽ ശിക്ഷിച്ചില്ല, അതിന് ഉപരികോടതിയുണ്ട്, അതിൻ്റെ അന്വേഷണം നടക്കട്ടെ. ഡ്രോൺ ക്യാമറ വിട്ട് അതിനകത്തുനിന്ന് ഈ പറയുന്ന കാവ്യ മാധവൻ്റെ അടിവസ്ത്രം എടുത്ത് കാണിക്കുന്നത് ആരെ കാണിക്കാനാ? എന്താ അവർ നടത്തുന്നത്? സത്യം പറഞ്ഞാൽ ഒരു നിലവാരവും നീതിയും വേണ്ടേ? ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ അത് കാത്തു നിന്നേത്. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം, ശിക്ഷിക്കട്ടെ. പക്ഷേ അതിനു പകരം ഒരു മാധ്യമപ്രവർത്തനം എന്നുള്ള നിലയിൽ അതുപോലെ തന്നെ നമ്മുടെ അരുൺകുമാർ ഇരയായ സ്ത്രീ മൊഴി കൊടുത്തു, പ്രതിയെ അറസ്റ്റ് ചെയ്തു, അല്ലെ പ്രതിയെ പോലീസ് തിരയുന്നു, ഇതൊക്കെയല്ലേ പറയേണ്ടത്? ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ചർച്ച കേട്ടോളൂ. നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടോ? അതായത് ഈ തെളിവുകൾ എന്തൊക്കെ തെളിവുകളായിരുന്നു പരാതിക്കാരി ഹാജരാക്കിയിരുന്നത്? അതിൽ എന്ത് നിലപാടാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത്? എന്തെങ്കിലും പരിഗണിക്കപ്പെടാതെ പോയോ? അങ്ങനെ എന്താണ് കോടതിയിൽ നടന്നത്? പരിഗണിക്കപ്പെടാതെ പോയോ ഇല്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിന്റെ ഒരാളും അദ്ദേഹവുമായി ഒരു ഘട്ടത്തിലും പരസ്യമായോ രഹസ്യമായോ സഹകരിക്കരുത് എന്ന നിർദ്ദേശമാണ് കോൺഗ്രസ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തിരിച്ചു വരുന്ന അദ്ദേഹത്തെ സ്വീകരിക്കാൻ പാർട്ടിയും പാർട്ടി പ്രവർത്തകരും അവശേഷിക്കുന്നില്ല എന്നതാണ് സാങ്കേതികമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ട് കഴിഞ്ഞ തവണ പാലക്കാട്ടേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു അനുചര വൃന്ദത്തെ കിട്ടിയിരുന്നുവെങ്കിൽ ഇത്തവണ അത് ഉണ്ടാവാനുള്ള സാധ്യത തുലവും തുച്ഛമാണ്. ഒരു തെരഞ്ഞെടുപ്പ് ദിവസവും കൂടിയാണ്, തുച്ഛമാണ്. അതുകൊണ്ട് പുള്ളി അതിർത്തി വന്നു നിന്ന് നെഞ്ചത്തിടിച്ച് കരയും, എനിക്കാരുമില്ലേ എന്നും പറഞ്ഞു. അപ്പം നിഷാദ് റാവുത്തറും മീഡിയ വണ്ണി എന്നുള്ള സ്റ്റാഫും എല്ലാം കൂടെ അതിർത്തിയിൽ ചെല്ലും പുള്ളിയെ സ്വീകരിക്കാൻ. എന്നിട്ട് ഞങ്ങളുണ്ടേ എന്ന് പറയും.
എന്തായി പറയുന്നത്? എന്തൊക്കെയായി പറയുന്നത്? എടാ, ഈ ചാനൽ ഇതും കൊണ്ട് നടക്കുന്നവർക്കും വല്ല ധാർമ്മികതയുണ്ടോ? അല്ല, ഉണ്ടോ? മര്യാദയ്ക്ക് ശമ്പളം മനുഷ്യർക്ക് കൊടുക്കാത്തതിൻ്റെ എത്ര കേസുണ്ട്? ഇനി അത് കിട്ടാത്തതിന് ആരെല്ലാം സമരത്തിന് അതിൻ്റെ മുന്നിലേക്ക് വരാനിരിക്കുന്നു? എന്ത് ധാർമ്മികതയാ? എന്നിട്ട് വെറുതെ അങ്ങ് പ്രഭാഷണം നടത്തുക. ഇത് ഒരെണ്ണത്തിൻ്റെ കാര്യം മാത്രമല്ല, നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ കാര്യം പറഞ്ഞത്. ഇതുപോലെ തന്നെയാണ് റിപ്പോർട്ടർ മുതലാളിയുടെയും. ഇപ്പോൾ എന്തായാലും 2 കേസിലും അയാളെ ഇനി അറസ്റ്റ് ചെയ്യാനൊക്കത്തില്ല, അത്രയേ ഉള്ളൂ. അയാളെ വേണ്ടപ്പോൾ അറസ്റ്റ് ചെയ്യട്ടെ, അല്ലെ വിധിക്കട്ടെ, അയാൾക്ക് ശിക്ഷ നൽകട്ടെ, ഇതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ ഇത്ര മര്യാദയില്ലാതെ, ഇത്ര മാന്യതയില്ലാതെ, ഒരു കാര്യമില്ലാതെ എന്തൊക്കെ വാർത്തകളാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മലയാളികളെ കൊണ്ട് തീറ്റിച്ചത്. ഇവർ ചുവപ്പുകാരനകത്ത് അങ്ങോട്ട് പോന്ന്, വേറെങ്ങും പോയിട്ടില്ല, പാലക്കാടുണ്ട്, വലയിൽ കുടുങ്ങി, ഒറ്റാലിൽ കയറി എന്ന് വേണ്ട ഇഷ്ടം പോലെ വാർത്തകൾ. എന്നിട്ട് 1ാമത്തെ സംഘം തിരിച്ചിഞ്ഞ് വന്ന് അവിടെ ചോരുന്നത് കൊണ്ട് 2ാമത്തെ സംഘത്തെ വേറെ അയച്ചിട്ടുണ്ട്. ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടല്ലേ ചോരുന്നത്? സത്യം പറഞ്ഞാൽ ഈ മലയാളികളെ സമ്മതിക്കണം. ഇതിപ്പോഴും തുറന്നു വെച്ചേക്കുന്നവരെ, രാവിലെ മുതൽ ഇന്ന് തുറന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവരെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മലയാളികളോട് പറയാണ്, ഈ രാജ്യത്ത് നടക്കാനുള്ളതെല്ലാം നടക്കും. ആരെല്ലാം തടഞ്ഞാലും കുറേയൊക്കെ നടക്കും, കുറേയൊക്കെ തടയും, കുറേയൊക്കെ ശിക്ഷിക്കും, അത്രയൊക്കെ പറ്റുള്ളൂ. പക്ഷേ ഈ ആളുകളെ വെറും ഊത്താമ്പട്ടിയാക്കിയുള്ള ഈ പരിപാടി ഉണ്ടല്ലോ, അതിനോട് നിങ്ങൾ നിൽക്കരുത്. ഏത് അധാർമികതയെ എതിർത്തോ അതിനൊന്നും കുഴപ്പമില്ല. ആരെയും നിങ്ങൾ പിന്തുണയ്ക്കണ്ട, ഒരാളിനെയും പിന്തുണയ്ക്കണ്ട. ഇന്ന് രാവിലെ KPC പ്രസിഡന്റ് പറയുന്നതായിട്ട് ഒരു കത്ത് പുള്ളിക്ക് അങ്ങ് അയച്ച്, ഈ അയച്ച അതിജീവിതയ്ക്ക് അറിയത്തില്ല മുഖ്യമന്ത്രിക്ക് അയക്കണമെന്നും DGPക്ക് അയക്കണമെന്നും ഒന്നും. KPC പ്രസിഡന്റ് അയച്ചേക്കുന്നത്. എന്നിട്ടോ KPC പ്രസിഡന്റ് അയക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ മാധ്യമപ്രവർത്തകർക്കും കിട്ടി. അവരെല്ലാവരും KPC പ്രസിഡന്റ് അടുത്താണ് വന്ന് വയ്ക്കുന്ന ഇമെയിലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി, അതിനകത്ത് പരാതി കിടപ്പുണ്ട്. എന്നിട്ടോ അതിനകത്ത് അതിജീവിതയുടെ പേരില്ല. എന്നിട്ട് ഇന്നലെ പോയി പൂങ്കുഴലി മൊഴിയെടുത്തപ്പോൾ എനിക്ക് പേടിയാവുന്നെന്ന് പറഞ്ഞ്, എനിക്ക് പേടിയാവുന്നതുകൊണ്ടാണ് ഞാനത് കൊടുക്കാത്തതെന്ന് പറഞ്ഞ്. ഇതൊന്നും അല്ല യഥാർത്ഥത്തിലെ സംഗതികൾ. യവന്മാർ പറയുന്ന കഥകളൊന്നുമല്ല. യഥാർത്ഥ സംഭവം എന്താണെന്ന് അതിൻ്റെ കണ്ടൻറ്റിലുണ്ട്. ആ കണ്ടൻറ്റാണ് കോടതികൾ പരിശോധിക്കുന്നതും അതിൻ്റെ മേൽ നടപടികൾ സ്വീകരിക്കുന്നതും.